Dear students, we should conserve forest. We should conserve forest because forests are home of wild animals. Then India has rich heritage of wildlife. Then Sundarbans has three significance. First one, it is the greatest delta in India. Then it is the world's greatest tidal forest. Then it is famous for Bengal tiger. It is the home for Bengal tiger. Then we should check human intervention to protect forest. Then government has set up national parks, wildlife sanctuaries and zoological gardens to protect wildlife. അതായത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറസ്റ്റിനെ സംരക്ഷിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കാടുകൾ സംരക്ഷിക്കണോ? വേണം, തീർച്ചയായിട്ടും സംരക്ഷിക്കണം. കാരണം വൈൽഡ് ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വന്യജീവികൾ, നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽസും വൈൽഡ് ആനിമൽസും ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക് നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. വൈൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിൽ വളരുന്നതാണ്. വീട്ടിൽ വളർത്തുന്നതിൻ്റെ എത്രയോ മടങ്ങ് അപ്പുറത്താണ് കാട്ടിൽ വളരുന്ന ആനിമൽസ്. അപ്പോൾ ആ ആനിമൽസിനെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ വലുതാവുമ്പോൾ ഇക്കോളജിക്കൽ ബാലൻസ് എന്നൊക്കെ പണ്ട് പഠിക്കും. ഇപ്പോൾ അതൊന്നും നമുക്ക് അറിയണ്ട. അതായത് ഈ ലോകത്തിലെ ജീവിതം സന്തുലനാവസ്ഥയിൽ പോകണമെങ്കിൽ പ്ലാന്റ്സും ആനിമൽസും നല്ല രസമായിട്ട് പരസ്പരം ആശ്രയിച്ച് ജീവിക്കണം. അപ്പോൾ ഈ ഫോറസ്റ്റുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ജീവിതത്തിന്. അപ്പോൾ ഈ ഫോറസ്റ്റിനെ നമ്മൾ എന്തായാലും സംരക്ഷിക്കണം. അതാണ് നമ്മുടെ അടുത്ത ഹെഡിങ്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. ഫോറസ്റ്റ് ഹോം ഓഫ് വൈൽഡ് ആനിമൽസ്. അതായത് വൈൽഡ് ആനിമൽസിൻ്റെ ഹോമാണ് ഫോറസ്റ്റ്. അവരുടെ വീട്, ഈ കാട്ടിൽ വളരുന്ന ആനിമൽസിൻ്റെ വീടാണ് ഫോറസ്റ്റ്. ദെൻ ഇന്ത്യ ഹാസ് റിച്ച് ഹെറിറ്റേജ് ഓഫ് വൈൽഡ് ലൈഫ്. ഇന്ത്യക്ക് നല്ലൊരു വൈൽഡ് ലൈഫിൻ്റെ സമ്പത്തുണ്ട്. അതായത് വന്യജീവികളുടെ ഒരു വലിയ സമ്പത്ത് നമ്മുടെ ഇന്ത്യക്കുണ്ട്. ദെൻ സുന്ദർബൻസ് ഇപ്പം നമ്മൾ പല പ്രാവശ്യമായി കേൾക്കുന്നു. സുന്ദർബൻസ് ആണ് ഏറ്റവും വലിയ ഡെൽറ്റ. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഒന്നാമത്തത് ഇത് ഏറ്റവും വലിയ ഡെൽറ്റ. രണ്ടാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ടൈഡൽ ഫോറസ്റ്റ്. ലോകത്തിലേക്ക് വെച്ച് തന്നെ ഏറ്റവും വലിയ ടൈഡൽ ഫോറസ്റ്റ് ആണ് ഈ സുന്ദർബൻസ്. വളരെ വിശാലമായിട്ട് കിടക്കുന്നതാണ് സുന്ദർബൻസ്. ടൈഡൽ ഫോറസ്റ്റ് ആണ്. പിന്നെ ഇറ്റ് ഈസ് ഫേമസ് ഫോർ ബംഗാൾ ടൈഗർ എന്ന് പറയുന്ന ആ മൃഗത്തിന് ഫേമസ് ആണ് ഈ സുന്ദർബൻസിൽ ഇഷ്ടം പോലെ ബംഗാൾ ടൈഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് സുന്ദർബൻസിന്. ഡെൽറ്റ, ദെൻ ടൈഡൽ ഫോറസ്റ്റ്, ബംഗാൾ ടൈഗർ. ദെൻ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ കൈകടത്തൽ. മനുഷ്യരെ എവിടെയാണ് ഇപ്പോൾ കൈകടത്തിയിരിക്കുന്നത്? ഈ ഫോറസ്റ്റുകളിൽ പല ആവശ്യത്തിനായിട്ട് ഫോറസ്റ്റിൽ സാധനങ്ങൾക്ക്, അതായത് മൃഗങ്ങളെ വേട്ടയാടുന്നതിനും അവരുടെ ആ കൊമ്പുകൾ, ആനേനെയൊക്കെ ആനക്കൊമ്പ് ശേഖരിക്കുന്നതിനൊക്കെ ആൾക്കാർ കാടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മനുഷ്യർ കൈകടത്തുകയാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു പരിധി വരെ ചെക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റിസർവ്ഡ് ഫോറസ്റ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. റിസർവ്ഡ് ഫോറസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാടുകളിലൊന്നും ആർക്കും കടക്കാൻ പാടില്ല. കടക്കണമെങ്കിൽ ആ വനപാലകർ, അവിടെ സെക്യൂരിറ്റികൾ ഉണ്ടാവും, അവരുടെയൊക്കെ അനുവാദം ഉണ്ടാവണം. പിന്നെ അത് കാണാൻ തന്നെ ചെല്ലണമെങ്കിൽ കാണാനും റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ റിസർവ്ഡ് ഫോറസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മനുഷ്യർ ഈ ഫോറസ്റ്റുകളിൽ പോയിട്ട് ഒരുപാട് പിന്നെ അവരുടെ ഹണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുക, പിന്നെ അവരെ കൊന്നിട്ട് അതിൻ്റെ നല്ല സാധനങ്ങൾ എടുക്കുക. ഇതൊക്കെ ഗവൺമെൻറ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റിസർവ്ഡ് ഫോറസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഫോറസ്റ്റുകളിൽ കടക്കാൻ പാടില്ല. കടന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ട് ആരും അങ്ങോട്ട് കടക്കില്ല. അതാണ് റിസർവ്ഡ് ഫോറസ്റ്റുകൾ. അത് ഈ വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണത്, സാധനങ്ങളാണ് ഈ റിസർവ്ഡ് ഫോറസ്റ്റുകളൊക്കെ. ദെൻ മാത്രമല്ല ഗവൺമെൻറ് വേറെ കുറേ സെറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കാനായിട്ട്. നാഷണൽ പാർക്ക്, ദേശീയ ഉദ്യാനങ്ങൾ, നാഷണൽ പാർക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇന്ത്യയിൽ. അതിൻ്റെയൊക്കെ പേരുകൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, വന്യജീവി സങ്കേതങ്ങൾ. അതായത് ഈ വൈൽഡ് ആനിമൽസിനെയൊക്കെ
അവരേത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ആ സാഹചര്യമൊക്കെ അവരെ കൊടുത്തിട്ട് അവരെ വളർത്തുന്ന സ്ഥലങ്ങൾ, അതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ദെൻ സുവോളജിക്കൽ ഗാർഡൻസ്, അതായത് മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന ഗാർഡൻസ്. അവരങ്ങനെ കൂട്ടിലടച്ചിട്ടല്ല, കൂട്ടിലടച്ചത് നമ്മുടെ സൂവിലുണ്ട്, സൂവിൽ കൂട്ടിലടച്ചിട്ട് കാണാൻ പറ്റും. ഈ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, സുവോളജിക്കൽ ഗാർഡൻസിലൊക്കെ അവരിപ്പോൾ സിംഹമാണെങ്കിൽ ആ സിംഹം ഏത് സാഹചര്യത്തിലാണോ കാട്ടിൽ ജീവിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈൽഡ് ആനിമൽസിനെ അവർ ജീവിക്കുന്ന ആ ചുറ്റുപാട് അനുസരിച്ചിട്ടുള്ള ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, സുവോളജിക്കൽ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ.